ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ക്യൂരിയോസിറ്റി ഞാനിപ്പോൾ ഒന്ന് തീർത്ത് തരാം. ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ അൺബോക്സിങ് ആയിട്ടുള്ള, അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു കണ്ടൻറ്റ് കൊടുത്തെന്ന് പറയില്ല, കണ്ടൻറ്റ് ഇല്ലതല്ല, എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ നമ്മളൊരു ബോക്സ് കാണിച്ചിട്ട് ഇതിൽ എന്താണെന്ന് പറയുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല വിധത്തിലായിരുന്നു കേട്ടോ. കുറേ ജ്വല്ലറി ഐറ്റംസ് ആണ്, പിന്നെ നമ്മളെ നെക്കിൻ്റെ ബേസാണ്, പിന്നെ ബീഡ്സാണ്, അല്ലെങ്കിൽ പഞ്ച് മെഷീനാണ്, പിന്നെ സോൾട്ടറി മെഷീനാണ്, കേക്കാണ്, ഡ്രസ്സാണ്, ചപ്പലാണ്, കോസ്മെറ്റിക്സാണ്, പലതും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ അങ്ങനെ ഓരോന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലാകെ ഒരാൾ മാത്രമാണ് റെഡി ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു ആൻസർ പറഞ്ഞിട്ടുള്ളത്. കുറേ പേര് കേക്കാണ്, ഡ്രസ്സാണ്, പിന്നെന്താ വാലൻറ്റൈൻസ് ഡേ വരെയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്, അങ്ങനെ പലതും. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനതും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ചെയ്യണമെന്ന് കുറേ മുന്നത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതുപോലെ ചെയ്യണം. കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 3-4 വർഷമായി ഞാൻ ഈ വീഡിയോസ് കാണുന്നത്. പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത്രയും വൈകിയത് എന്താ വെച്ചാൽ അതൊക്കെ പറയാം കേട്ടോ. പിന്നെ ഇതിൻ്റെ വിന്നർ ആരാന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ നോക്കുക, നമ്മളതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ലാസ്റ്റ് വിന്നർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളെനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. പിന്നെന്ത് കാര്യം, ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കാട്ടെ. നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ലൈക്ക് കുറവായിരിക്കും. എന്നാൽ കമൻറ്റ് ചിലപ്പോൾ നമ്മൾ കമൻറ്റിന് എന്താ പറയുക, വിന്നർ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കമൻറ്റ് കുറേ വരാറുണ്ട്. പക്ഷേ ലൈക്ക് കുറവാണ്. ഫസ്റ്റ് തന്നെ ലൈക്ക് ഇടുക. അപ്പോൾ ഞാനത് പൊട്ടിച്ചാണ് കേട്ടോ. അത് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ നിങ്ങൾ എന്താ സാധനം എന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങളും കണ്ടു നോക്കുക കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, പല ആളുകളും പല കമൻറ്റ് നിങ്ങൾ ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ഉണ്ടാവും തോന്നുന്നത് ഇതൊരു ചപ്പലാണല്ലോ, അതല്ല ചെരുപ്പാണല്ലോ എന്നല്ല. പക്ഷേ ചെരുപ്പിൻ്റെ ബോക്സൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്കിത് അയച്ചെന്ന ആൾ ഇത് വീഡിയോ കണ്ടിട്ടുണ്ടോ എന്താ അറിയില്ല, ആളും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ല, കമൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൾക്കറിയാലോ എന്താണെന്നുള്ളത്. പിന്നെ കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് എടുത്താൽ അതിലെന്താണെന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പറയുന്നത് തെറ്റല്ലേ, കാരണം വെച്ചാൽ നിങ്ങളെല്ലാവരും ഇതിൽ വെയിറ്റ് ചെയ്തിരിക്കല്ലേ. അപ്പോൾ അതിലൊരാൾ മാത്രമാണ് സെലക്ട് ആക്കിയിട്ടുള്ളത് കേട്ടോ. സെലക്ട് വെച്ചാൽ ഞാൻ അവസാനമാണ് കണ്ടിട്ടുള്ളത് ആളെ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, ഞാൻ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ്, കണ്ടോളൂ. ഇപ്പോൾ എങ്ങനെയൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടാവും, തുമ്പ് പാലും കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ തുമ്പ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. എന്താ പറയുക, രണ്ടടേ, എന്താ മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇത് നമ്മൾ റിസിൻ്റെ ഐറ്റംസാണ്. റിസിൻ പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ്, അതായത് ബേസിക്കായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്നില്ല, ഇതിൻ്റെ റേറ്റ് എന്നല്ല, ബേസിക്കായിട്ട് എന്തൊക്കെ വേണമെന്നില്ല എൻ്റെ റെസിനും പിന്നെ അതിൻ്റെ ഹാർഡ്നറും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. മെയിനായിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് ഗ്ലൗസും പിന്നെ സ്റ്റിക്കും മാസ്കൊക്കെ വേണം. അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, പക്ഷേ അതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇതാണ് മെയിനായിട്ട് നമുക്ക് ഇൻക്ലൂഡഡ് ആയി. ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു മോൾഡിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, 300 രൂപയുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. കാരണം ABCD ലെറ്റേഴ്സാണ്. പിന്നെ പിന്നെ ഒരു റൗണ്ടിൽ കേട്ടോ, ഞാൻ കുറേ ആയി ആഗ്രഹിക്കുന്ന ഒരു സാധനമാണിത്. കുറേ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായി. പിന്നെ ഇത് പറഞ്ഞാൽ നമ്മൾ എൻ്റെ അടുത്ത് കേക്കിൻ്റെ ഐറ്റംസ് ഉണ്ട്. അത് എഡിബിളാണ്, കഴിക്കാൻ പറ്റും. ഇതും അതേപോലെ തന്നെ ഗോൾഡൻ ഫ്ലേക്സ് എന്ന് തന്നെ പാട്ടാ. ഇത് നമ്മൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്നതാണ്. കാരണം അപ്പോക്സി വെച്ചിട്ട് നമ്മൾ ക്ലോക്ക്, പിന്നെ ടീപ്പോയി, എന്തിനു പറയുന്നു, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കണ്ടു, എന്തായിട്ട് പലതരം വിഭവങ്ങളായിട്ടുള്ള അപ്പോക്സി ടേബിൾ. അല്ലാ, അതൊക്കെ ഒരാളെ അവരെത്ര വർഷമായിട്ട് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനത്തെയൊക്കെ സ്റ്റോറീസൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന ഓരോരുത്തരെ കാണുമ്പോൾ. പിന്നെ അതിൻ്റെ നമ്മൾ എന്താ ഇതുണ്ടാവുമല്ലോ, കളറ്, പിന്നെ ഡ്രൈ ഫ്ലവേഴ്സ്, ഇതൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത്. ഇത്ര ഐറ്റംസുകളാണ്. പിന്നെ നമുക്ക് സ്റ്റിക്കും പിന്നെ അളവും ഒക്കെ നോക്കാൻ സ്പൂൺ, അതിനൊക്കെ മെഷർമെൻറ്റ് എടുക്കുന്നത്. കാരണം 2:1 എന്ന റേഷ്യോയിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളൊക്കെ അല്ല ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. പിന്നെ ഓരോന്ന് ചെയ്യുന്ന ആളെ എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല, പക്ഷേ ഞാനും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. കേക്കാണെങ്കിലും പിന്നെ ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിൽ ഇതുവരെയൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങും ഞാനും ചെയ്യും. ചുരിദാറുകളൊക്കെ ഒരുവിധമൊക്കെ ഞാൻ അടിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ചായിട്ട് അടിക്കലില്ല. പക്ഷേ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം ഒരുവിധം ഇതിലൊക്കെ ഒരുവിധമൊക്കെ അറിയാം. പിന്നെ ഇതിലൊന്നും കൈ നോക്കാമെന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറൊരു ഐറ്റം കൂടി ഉണ്ട്, പക്ഷേ അത് ഇപ്പോഴില്ല കേട്ടോ. അതിലും കൈ നോക്കി ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഞാനത് ഇംഗ്ലീഷ് ചാനലിലൊക്കെ കണ്ടിട്ടുള്ളൂ നമ്മൾ ചെയ്യുന്നത്. മലയാളം ചാനൽ കുറവാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ്. നമുക്ക് ഒന്നാമത് അതിൻ്റെ മെറ്റീരിയൽസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഇൻഷാ അല്ലാ അതും ചെയ്യും. കുറച്ച് ടൈമിനും കുറച്ച് മെറ്റീരിയൽസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റെസിനും പിന്നെ ഹാർഡ്നറും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ.
നല്ല റേറ്റാണ്, നല്ല റേറ്റ് വന്നിട്ടുണ്ട് ഈ സാധനത്തിന്. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, കുട്ടികളുടെ നൂലുകെട്ടായിട്ടും പിന്നെ ഹോസ്പിറ്റലിൻ്റെ തീമുകൾ വെച്ചിട്ടും അല്ലാതെ പല തീമുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെഡ്ഡിങ്ങിൻ്റെ തീം, അതിൻ്റെ ആ മാല ഉണ്ടാവുമല്ലോ അത്, പിന്നെ താലിയുടെ ചരട്, അതൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും പല ഇഞ്ചിൽ. അപ്പം ഞാനിത് ചുരുങ്ങിയത് ചെറുതേ വാങ്ങിച്ചിട്ടുള്ളൂ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട്. എനിക്ക് ഒരു എന്താ പറയുക, എനിക്ക് ഉണ്ടാക്കാൻ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് സെയിലാക്കും. പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഒരു ചെറിയൊരു രീതിയിൽ എനിക്ക് ചെയ്ത് നോക്കണം എന്നുള്ള രീതിയിൽ ചെയ്ത് വാങ്ങിച്ചതാണ്. ഇനി ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഈ വീഡിയോസിൽ തന്നെ, അതായത് നമ്മൾ ഈ ചാനലിൽ തന്നെ നമുക്ക് ഷെയർ ചെയ്യും. പെട്ടെന്ന് തന്നെ വിചാരിക്കരുത്, കാരണം ഇനി കുറച്ച് തിരക്കായിരിക്കും. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മാനേജ് ചെയ്തിട്ട് ഇടും കേട്ടോ. കാരണം നോമ്പായി തുടങ്ങി, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഇവിടെ ആകെ തട്ടിക്കൊട്ടാനായിട്ടുണ്ട് എൻ്റെ റൂം തന്നെ. അപ്പോൾ ഇത് ഈ ബോക്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ഗ്ലൗസും ഇതൊക്കെ എനിക്ക് ഇവിടെ സ്റ്റോക്കില്ലാന്ന് തോന്നുന്നു. ഗ്ലൗസ് ഉണ്ടോ തപ്പണം, തപ്പി നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് കീ ചെയിനൊക്കെ ചെയ്യാം. ഇതിന് കീ ചെയിൻ്റെ ഇതുണ്ട് കേട്ടോ, അത് വേറെ ബോക്സിലായിരുന്നു. അത് എൻ്റെ അടുത്ത് ആദ്യം വന്നിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കീ ചെയിൻ നമ്മൾ ഗോൾഡ് സിൽവറൊക്കെ ഞാൻ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ പറയുക, എല്ലാവർക്കൊക്കെയാണ് കമൻറ്റ് ചെയ്യണം, ആർക്കൊക്കെ റെസിൻ ആർട്ടുകൾ ഇഷ്ടമുള്ളത്, ഇത് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ള എല്ലാവർക്കൊക്കെ പറയണേ. മെയിനായിട്ട് നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് എന്തൊക്കെ വേണമെന്നാണ് ഈ ഒരു ഐറ്റംസുകൾ കേട്ടോ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതിൻ്റെ ക്ലോക്കുകൾ, ഗ്ലാസ് ട്രേകൾ, അതായത് നമ്മൾ ചായ കൊടുക്കുന്ന ജ്യൂസ് കൊടുക്കുന്ന ട്രേകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറേ ചാനൽ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഐറ്റംസാണ് ഈ ജ്വല്ലറി ഐറ്റംസ്, ഈ റെസിൻ ആർട്ട്. അതുപോലെ നമ്മൾ ഓരോ മോഡൽ ഡ്രസ്സുകൾ, നമ്മൾ ഹാൻഡ് വർക്കുകൾ ഉണ്ടാവില്ല, അതൊക്കെ ചെയ്യാൻ നല്ല പാടുപെട്ടിട്ട് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള റേറ്റും ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ആളുകൾക്കേ പറയാൻ പറ്റുള്ളൂ. ഇത് പിന്നെ നമ്മൾ ബബിൾസ് റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഓരോ ഐറ്റംസുകളാണ് നമ്മൾ ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിന്നറെ നമ്മൾ ലാസ്റ്റ് സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലുണ്ടാവും, ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെസിൻ ആർട്ട്, പിന്നെ അതുപോലെ തന്നെ ക്ലോത്തിൽ ചെയ്ത ആരി വർക്ക്, പിന്നെ പല ഇതുകൊണ്ട് നമുക്ക് പറയാനറിയാത്ത ഓരോ ഇത് ചെയ്ത് എങ്ങനെയാണ് വരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത് ചെയ്യുന്നത് എല്ലാം. ഇപ്പോൾ അച്ചാർ വിൽക്കുന്ന ആളുകളുണ്ട്, അതിൻ്റെയൊക്കെ അതൊരു കൈപ്പുണ്യം വേണം കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് സേഫ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ കഴിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ FSIൻ്റെ നമുക്ക് ഇൻഷുറൻസ് വേണം കേട്ടോ, അതും വേണം. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ചെയ്യാൻ പറ്റും. ഇത് വിറ്റിട്ടാണെങ്കിൽ ഇതിൻ്റെ കീ ചെയിനും അല്ലാത്ത ഫോട്ടോ ഒക്കെ ആയിട്ട് സെയിലാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങി വെച്ചാൽ നമുക്കിതൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആർക്കൊക്കെയാണ് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് കമൻറ്റായിട്ട് പറയണേ. നമുക്ക് വിന്നറെ കാണണ്ടേ, ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ 2 പേരുണ്ട് കേട്ടോ. ഒന്ന് ക്രാഫ്റ്റ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ളതും റെസിൻ ഓർ എന്താ പറയുക പഞ്ച് മെഷീനാണ്. പിന്നെന്താ വേറെ വന്നിട്ടുള്ളത് ശ്രീദേവി, അങ്ങനെ എന്തോ ആണ് കേട്ടോ. ശ്രീദേവി ഇതിലുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് ശ്രീദേവി എന്തോ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ അതിൽ സ്ക്രീൻഷോട്ട് എടുത്തപ്പോഴേ ഇതാ കണ്ടല്ലോ, അവരെഴുതിയ ആളുകൾക്ക് അറിയാലോ ശ്രീദേവി. നിങ്ങൾ കമൻറ്റ് നോക്കിക്കൊണ്ടു കേട്ടോ. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് ശരിക്കും കൃത്യമായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ